എന്തിട്ട് പരിപാടി? നമുക്ക് ടവർ ഓഫ് ലണ്ടൻ ഒന്ന് പോയി കണ്ടാലോ സ്റ്റേ. ഞാൻ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തോട്ടാ. 9 മണിക്ക് അവിടെ കടത്തിവിടും. അപ്പോൾ ഒരു ചെറിയ ബ്ലൂ പ്രിന്റ് കയ്യിൽ വെച്ചിട്ട് നമ്മ കറക്റ്റ് 9 മണി ഇപ്പോൾ ആ സ്പോട്ടിലെത്തി. അവിടെ ചെന്നുള്ള കയ്യിലൊരു ചെറിയൊരു ബാഗ് ഉണ്ടായതുകൊണ്ട് അവരതൊക്കെ ചെക്ക് ചെയ്തു. പിന്നെ അവരൊരു കിണ്ടില്ലാത്തതുകൊണ്ട് കടത്തി വിട്ടിട്ടാ. എന്നിട്ട് അവിടെ ഒരു ചെറിയൊരു പാലുണ്ട്. അതായത് ഈ കോട്ടയ്ക്ക് ചുറ്റും ഒരു കിടുങ്ങുണ്ട് സ്റ്റേ. ആ കിടങ്ങുണ്ടല്ലോ, ആ കിടങ്ങ് കടന്ന് വേണം നമുക്ക് അങ്ങോട്ട് കടക്കാൻ സൈഡിൽ കൂടെ. അപ്പോൾ ആ കിടങ്ങാണെങ്കിൽ പണ്ടത്തെ രീതിയിൽ ഈ ജോസ് പ്രകാശ് സിനിമയിലെ കണ്ടല്ലേ, മുതലകൾ വളർത്തുന്നതോ അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പ് ആയിരിക്കണം. പക്ഷേ ഈ കാലത്ത് അവിടെ വെള്ളമൊന്നുമില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ ചുമ തുറസായിട്ട് കിടക്കണം. ചില ടീമുകളൊക്കെ അതിൽ കൂടെ നടന്ന് ഈ കോട്ടയ്ക്ക് ഇടുന്ന് കാണട്ടാ. എന്നിട്ട് നമ്മൾ പതുക്കെ അങ്ങോട്ട് ഈ പാലത്തോടെ അങ്ങോട്ട് സൈഡ് കിടങ്ങ് നോക്കി ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ആ സൈഡിൽ കൂടെ കംസ് നദി ഒഴുകി അങ്ങോട്ട് പോകുന്നുണ്ട്. അതായത് ഈ കോട്ടയുടെ ഫ്രണ്ടിൽ കൂടെയുള്ള മുതൽ അങ്ങോട്ട് പോണത്. പിന്നെ അങ്ങ് പാലത്തോടെ നടന്നു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം നിൽക്കുന്ന ഇതിൻ്റെ എൻട്രൻസിൻ്റെ ആ ഗോപുരം. എൻ്റെ പൊന്നട പോയേ, ഇത് സൈഡിൽ കൂടെയുള്ള എൻട്രൻസ് സമയത്താണ്. എന്നിട്ട് ഇത്ര ഒരു 3-4 നിലയുടെ അത്ര വലിപ്പമുണ്ട്. എന്നിട്ട് ഈ സംഭവം കടന്ന് നമ്മൾ നേരെ അകത്തേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴാണ് ഇത് വെറും മതിലായിരുന്നു സ്റ്റേ. ഇത് ഒരു ജാതി 8-കെട്ട് മോഡൽ. ഇത് കണ്ടില്ലേ, വീണ്ടും ആ വരാന്ത മാതിരി ഇങ്ങനെ ഇതും. പിന്നെ അത് കണ്ടില്ലേ, കൂറ്റൻ ഒരു 3 നില വീണ്ടും കിടക്കണം. 3 നില വലുപ്പത്തിൽ വീണ്ടും ഒരു 80-90 അടി ഹൈറ്റിലാണ് കോട്ട വന്നിരിക്കുന്നത്. അപ്പം ഈ കോട്ട മതിൽ കിടന്നിട്ടുള്ള ഈ കോട്ടയുടെ ഭാഗമുണ്ടല്ലോ, ഇതെന്ന് പറഞ്ഞാൽ ചെറിയ ടവറുകൾ, ഒരു 10-20 ടവറുകൾ കൂടി ചേർന്ന് ഇങ്ങനെ യോജിപ്പിച്ച ഒരു വലിയൊരു സംഭവമാണ് കേട്ടത്. ഇങ്ങനെയാണ് ഇത് തുടങ്ങുന്നത് പല സമയത്തായിട്ടാണ്. ഇത് കണ്ടില്ലേ, ഈ ബെൽ ടവർ എന്ന് പറയുന്ന സാധനം 1190 നിർമ്മിച്ച സാധനമാണ്. അങ്ങനെ അത് 11-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലായിട്ട് അതിൻ്റെ പല സെക്ഷനുകൾ ഇങ്ങനെ ഇങ്ങനെ ആ ഓരോ ടവറുകൾ ഇങ്ങനെ നിർമ്മിച്ച് അത് കൂട്ടി യോജിപ്പിച്ച് വെച്ചണ സംഭവമാണ് അത്. ഈ നമ്മൾ ഈ കാണുന്ന 80-90 അടിയിൽ ഇങ്ങനെ കിടക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഒത്ത നടുക്ക് നമ്മുടെ ഏറ്റവും ആദ്യം നടന്ന വൈറ്റ് ടവറും ഒരു കിടിലൻ ഇതിൽ 12 ഏക്കറിൽ വിരിഞ്ഞിരിക്കണ ഒരു സംഭവമാണത്. ഈ സംഭവം കണ്ട കുരിശ് കേരളത്തിൽ ഇതാണ്. ഇതിൽ കൂടെയാണ് അമ്പ് എടുത്തിട്ടാണ് അവർ പ്രതിരോധിക്കുന്നത് ടീമുകളെ. ഇതിൻ്റെ മതിൽ കണ്ട നീ, എന്തിട്ട സംഭവം. ഇത് കല്ല് വെച്ചിട്ട് ആ മിശ്രിതം കെട്ടിയിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, 1-1.5 സാധനമാണ്. ഇതിനൊക്കെ പഴക്കമെന്നൊക്കെ പറഞ്ഞ് ഇത് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇത് കണ്ട, ഇത് ഗേറ്റ്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ താമസ നദിയും ഈ കോട്ടയ്ക്കും തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധിപ്പിക്കുന്ന ഒരു ഫ്രണ്ടിലത്തെ ഒരു ഗേറ്റാണ് ഈ സംഭവം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ കിടങ്ങിൻ്റെ ഈ ഗേറ്റ് വഴിയാണ് പണ്ട് ചെറിയ ബോട്ടുകൾ വഴി കച്ചവടങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. അതിനുവേണ്ടി എഡ്വേർഡ് 1-ാമൻ പണിതണ ഒരു ഗേറ്റാണിത്. പിന്നീട് നദി ഉള്ളിലേക്ക് ഇങ്ങനെ ഇതൊക്കെ ആയി, പിന്നെ വെള്ളമൊന്നും ഇല്ലാണ്ടായിപ്പോൾ ആ സംഭവം അങ്ങോട്ട് അവിടെ ഇത് ഓപ്പണും ചെയ്യാറില്ല, അങ്ങനെ കിടക്കണം സാധനം. എന്നാലും അത് അവരിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ പോണു. പണ്ട് കച്ചവട സാധ്യതയ്ക്ക് ഇതിനൊക്കെ ആയിട്ട് വേണ്ടി നല്ല രീതിയിൽ ചുങ്കം വലിച്ച് അവിടെ ഏർപ്പാടാക്കി പണിത ഒരു സംഭവമാണ് ഇത് 12-ാം നൂറ്റാണ്ടിൽ. അതിൻ്റെ ഒരു ഭംഗിയുണ്ട, എന്തിട്ടാ ഭംഗി. പിന്നെ ഇത് നേരത്തെ കാണിച്ച ആ കുരിശ് രൂപത്തിലുള്ള ഈ സംഭവം കണ്ടില്ലേ, അതൊക്കെ അവിടെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ കാഴ്ചയ്ക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുകയാണ്. ആ ജനലുകളും ഇതെല്ലാം ഗ്ലാസ് വെച്ച് ഇപ്പോൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ ആ മെയിൻ മതിലെ കടന്ന് കോട്ടയുടെ ഇതുണ്ടല്ലോ, അതിലത്തെ ഫസ്റ്റ് ആ സെക്ഷനിലെ ഒരു ഇത് ഗേറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, കോട്ടയുടെ അകത്ത് കിടക്കുന്നത് വൈറ്റ് ടവറിന്. ആ ടവറിൻ്റെ ഇതാണ് ഈ സംഭവം കാണിക്കുന്നത്. ഇതിൻ്റെ ഈ ടവറിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ബ്ലഡി ടവർ എന്നാണ്. ഇതൊരു ഗേറ്റ്, മെയിൻ ഗേറ്റ് ആയിരുന്നു, പഴയ ഫസ്റ്റ് ഗേറ്റ്. അപ്പോൾ ടീമുകളൊക്കെ വരുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇരിഞ്ഞങ്ങോട്ട് കയറുമെന്ന് പറയില്ലേ, അത് ഇടിച്ച് പൊളിച്ച് കയറാൻ വേണ്ടിയുള്ള വരുന്ന ഏരിയയാണിത്. അതിൻ്റെ ആ ഗേറ്റ് ഇത് കണ്ട. അപ്പോൾ ഗേറ്റിലേക്ക് ഓടി വന്നിട്ട് പിടച്ചങ്ങോട്ട് ഇടിച്ച് പൊളിക്കാൻ നിൽക്കുമ്പോൾ അതേ മുകളിൽ കണ്ടിട്ടുണ്ട് ആ ഗ്രില്ല് മാതിരി സാധനം കൂർത്തത്. അതങ്ങോട്ട് എടുത്ത് താഴേക്കങ്ങോട്ട് ഇട്ടിട്ട് കണ്ടവൻ്റെ പെടലിക്ക് നെഞ്ചത്താണ്ട് കയറ്റി കുറയണം, അങ്ങനെ അങ്ങോട്ട് ചാവും. അങ്ങനെ പല ടെക്നിക്കുകളും ഇതിൽ പ്രയോഗിച്ചിട്ടുണ്ട് കേട്ടോ ഈ കോട്ടയ്ക്ക് ഈ സംരക്ഷണത്തിന് വേണ്ടി. പിന്നെ കണ്ടില്ലേ, അത് അതിൻ്റെ ബേസ്മെൻറ്റും അതിൻ്റെ മുകളിൽ ഭാഗങ്ങളൊക്കെ പണിതണത്. ഇത് ഈ പല സെക്ഷനുകളായിട്ട് പണിതാണ്. ഈ 12-ാം നൂറ്റാണ്ടിൽ ഇത് ഈ സംഭവം, ഇത് ഈ ബ്ലഡി ടവറിൻ്റെ ഈ ഭാഗം പണിതാണ്. തൊട്ട് ഇപ്പുറത്ത് കിടക്കണ ഇതുണ്ടല്ലേ ബാക്ക്ഫീൽഡ് ടവർ, അതും പണിതത്. അത് കഴിഞ്ഞ് ഒരു 10-15 വർഷം കഴിഞ്ഞിട്ട് അടുത്ത ടീമുകൾ ഇങ്ങനെ പണിത് പോയിക്കുന്നതാണ്. പിന്നെ ഇതിന് മെയിനായിട്ടൊരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ 1660-70കളിൽ ഒരു അടിപൊളി യുദ്ധം നമ്മുടെ ഇംഗ്ലണ്ടിൽ നടന്നു. എന്നിട്ട് അതിൽ വില്യം രാജാവ് ജയിച്ചു വന്നപ്പോൾ ഉണ്ടല്ലോ, ലണ്ടനിലൊരു കോട്ട അങ്ങോട്ട് പണിയണമെന്ന് പറഞ്ഞ ആൾ. എന്നിട്ട് പണിതാണ് ഈ വൈറ്റ് ടവർ എന്ന് പറയുന്ന സംഭവം. അതായത് ഈ കോട്ടയുടെ നടുക്ക് കിടക്കണ ഒരു ടവർ കിടക്കുന്നത്, ആ വൈറ്റ് ടവർ. പിന്നീട് അത് ഇങ്ങനെ 11-ാം നൂറ്റാണ്ടും 12-ാം നൂറ്റാണ്ടിൽ പലവന്മാർ ഭരിച്ച് അവന്മാർ അത് ഒരു സെറ്റപ്പ് രീതിയിൽ അതിന് ചുറ്റും
ചെറിയ ചെറിയ കോട്ടകളൊക്കെ പണിത് അതൊരു ഒരു ഇത് കൊടുത്ത് പിന്നീട് അതിന് ഒരു ചുറ്റും ഒരു കോട്ട മതിലൊക്കെ പണിത് സെറ്റപ്പാക്കി പണിത സംഭവമാണ് ഈ ടവർ ഓഫ് ലണ്ടൻ എന്ന് പറയുന്നത്. അതായത് ലണ്ടനിൽ വന്നു കഴിഞ്ഞാൽ ടവർ ഓഫ് ലണ്ടൻ കാണാണ്ട് ടീമുകൾ പോയി കഴിഞ്ഞാൽ അതൊരു വിഷമം തന്നെയാണ്. അതുകൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഓരോ വർഷം വന്ന് ഇത് കണ്ട് ആസ്വദിച്ച് പോണത്. ഇത് കാണാനും ഒരു സംഭവമാണ്. ഇത് നമുക്ക് ഇങ്ങനെ എന്താ പറയുക, ഒരു 800-1000 വർഷങ്ങളോട് പഴക്കമുള്ള ഒരു സംഭവമൊക്കെ ഇങ്ങനെയുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൽ എന്തൊക്കെയാണ് സൂക്ഷിച്ചു വെച്ചിരുന്നത് അതൊക്കെ കാണാമെന്ന് പറയുമ്പോൾ ഒരു രസമല്ല ഇത്. പിന്നെ ഇത് 18-ാം നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ടിലൊക്കെ പല രീതിയിലും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കാഴ്ചബംഗ്ലാവായിട്ടും പിന്നെ ചില ഓഫീസുകളായിട്ടും കിരീടങ്ങളൊക്കെ സൂക്ഷിച്ച് അങ്ങനെ ഇതൊക്കെ ആയിട്ടൊക്കെ പല ഇതിലും ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ മുകളിൽ നമ്മൾ നേരത്തെ കണ്ട ജനലുകളും അതൊക്കെ പല ഓഫീസ് കാര്യങ്ങൾക്കും അങ്ങനെ പിന്നെ മെയിൻ്റനൻസിൻ്റെ ഇതിലാണ് അവർ അതൊക്കെ നിർമ്മിച്ച് അങ്ങനെ ഇത് ചെയ്തായിരുന്നത്. പിന്നെ ഇതിൻ്റെ ആ വീതികൾ കണ്ടോ, അങ്ങനെ എൻ്റെ രസത്തിൽ ആ റോഡ് തന്നെ ആ വഴി തന്നെ അടിച്ച് ഇത് കരിങ്കല്ലൊക്കെ വെച്ച് പതിപ്പിച്ച് അങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. ഇത് ഈ എൻട്രൻസ് ഉണ്ട്, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ബ്ലഡി ടവറിൻ്റെ എൻട്രൻസ്. അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറുമ്പോഴാണ് അതിൻ്റെ മുകളിലെ ഭാഗങ്ങൾ ഇങ്ങനെ കൊത്ത് പണികളൊക്കെ ഇതൊക്കെ ചെയ്ത് എന്ത് രസത്തിലാണ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോണത് അവർ. പിന്നെ ഇതിവിടെ നേരെ ഇങ്ങനെ കടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കാണുന്നത് ആ അറ്റത്ത് കാണുന്ന ആ ടവറാണ്. ആ ടവറിലാണ് നമ്മുടെ എന്താ പറയുക കിരീടങ്ങളും ആ ചെങ്കോലും ഇതൊക്കെ സൂക്ഷിച്ച് ഗാർഡ്സ് പ്രൊട്ടക്ഷനൊക്കെ കൊടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അതിന് തൊട്ടിപ്പുറത്ത് തന്നെ വൈറ്റ് ടവറാണ് ആ കാണുന്നത് റൈറ്റ് സൈഡിലായിട്ട്. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. അതിൻ്റെ തൊട്ട് ഈ ഫ്രണ്ടിലായിട്ട് ഒരു ചെറിയ ദ്രവിച്ച് കിടക്കുന്ന ഒരു ചുമരി ഭാഗം കണ്ട, അതിനും ഒരു വലിയൊരു കഥ പറയാനുണ്ട്. അതായത് 100-200 ആ ടൈമുകളിലൊക്കെ ഇവിടെ റോമൻ ടീമുകളാണ് ഇവിടെയൊക്കെ ഭരിച്ചിരുന്നത്. ജൂതമതക്കാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു നഗരം തന്നെ ഉണ്ടായിരുന്നു. അതിന് ചുറ്റും ഒരു വലിയൊരു വൻമതിൽ പണിതാണ് ഈ സംഭവം കിടക്കുന്നത്. പിന്നെ അത് ലഭിച്ചു പോകുന്നു അതിൻ്റെ ഒരു ചെറിയൊരു പാർട്ടാണിത്. അതായത് റോമൻ സിറ്റി വാൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പം ഇതാണ് മറ്റേ സെറ്റപ്പെട്ട ബ്ലഡി ടവറിൻ്റെ മുകളിൽ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞല്ലേ, നമ്മുടെ ഈ ഗ്രില്ലുമായിട്ട് സാധനം റെഗുലേറ്റ് ചെയ്യണത്, അതിൻ്റെ സെറ്റപ്പായിരുന്നു ആ സംഭവം. അത് പിടിച്ച് തിരിക്കുമ്പോഴാണ് അത് മുകളിലേക്ക് പോകുന്നതും താഴേക്ക് ഇറങ്ങണതൊക്കെ ആയിട്ടുള്ളത്. പിന്നീട് അവിടെ നിന്ന് നമ്മളിങ്ങനെ ഇറങ്ങണത് ഈ വരാന്ത പോലെ രീതിയിലേക്ക് കടന്നിട്ട് അടുത്ത ടവറിലേക്ക് ആ ബ്ലഡി ടവറിൻ്റെ ഉള്ളിലുള്ള ആ സ്ഥലത്തേക്കാണ് കേട്ടോ. ഇവിടെയാണ് കുറേ ചെറിയ ചെറിയ തടവറകളും ഇതൊക്കെയുള്ള ഒരു ഏരിയയാണ് ഈ സംഭവം. ഇവിടെ പല സ്ഥലത്തേക്കും നമുക്ക് എൻട്രി ഇല്ല. ഈ നമ്മൾ കണ്ടല്ലേ ഓരോ ആളമാരി വരുന്ന ചെറിയ ആൾക്കാരെ തടവറയാക്കി ഈ ഇരുത്താനും പറ്റില്ല കടത്താനും പറ്റില്ല, ഇങ്ങനെ നിർത്തി അടച്ചിങ്ങനെ അങ്ങനത്തെ ഏരിയ ഒക്കെ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. പക്ഷെ അവിടേക്കും നമുക്കൊരു എൻട്രി ഇല്ല. പിന്നെ ഇത് കണ്ടല്ലേ ഇതിൻ്റെ സെറ്റപ്പും ഇതൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ പതുക്കെ ഇറങ്ങി ചെന്ന് ഇവിടെ എത്തുമ്പോൾ നമുക്ക് കുറച്ച് കാഴ്ചകൾ കാണാം. എങ്ങനെയൊക്കെയാണ് ഒരു ക്രൂരമായ ആയിട്ട് ഇവരെ മർദ്ദിച്ച ചില ഒരു യന്ത്രങ്ങളും ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ. അത് സൂക്ഷിച്ചിട്ടുണ്ട്. മര്യാദയ്ക്ക് ഉള്ള ആ സ്റ്റെപ്പുകളൊക്കെ എനിക്ക് തോന്നുന്നു ദ്രവിച്ച് പോയാറുണ്ട്. ഇതിപ്പോൾ ഇവിടെ നല്ല കിടിലൻ സ്റ്റെപ്പുകൾ ഇവർ ആൾക്കാർക്ക് ഇറങ്ങി പോകാൻ വേണ്ടി തടി കൊണ്ട് നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കണ്ടില്ലേ അതിൻ്റെ ചെറിയ ജനലുകളൊക്കെ കണ്ട ഇതിൻ്റെ ചുമരിൻ്റെ അതൊക്കെ ഇപ്പോൾ ചെറിയ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് അത് അടച്ചിരിക്കുകയാണ്. പണ്ടൊക്കെ ആ ചെറിയ ഇത് കൂടെയാണ് ആൾക്കാരെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക നിരീക്ഷിച്ച് പോന്നിരുന്നത്. ഇത് കണ്ട അതൊരു യന്ത്രം. ഇതിൽ ഒരു സൈഡിൽ കൈകളും അപ്പുറത്ത് കാലുകളും ബന്ധിച്ചിട്ട് അങ്ങോട്ട് തിരിക്കും. ആ തിരിച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് എന്താ പറയുക ചിലപ്പോൾ അടർന്നു പോകുന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. കൈ അല്ലെങ്കിൽ കാലൊക്കെ ചിലപ്പോൾ അടർന്നു പോകും. അങ്ങനെ അങ്ങോട്ട് നന്നായി വലിച്ച് ഇത് അടുത്തൊരു ഇതാണ് കൈ കെട്ടിയിട്ടിട്ട് കാലുമാൻ വലിയ കല്ലങ്ങോട്ട് കെട്ടിയിടും. അങ്ങനെ കുറേ നേരത്തേക്ക് ഇത് തൂക്കിയിടുമ്പോൾ എന്താ പറയുക ആ ഭാഗം അങ്ങോട്ട് പോയി കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ഒരു 14-ാം നൂറ്റാണ്ട് സമയത്ത് എഡ്വേർഡ് 4 വീണു പിന്നെ ആരെന്ന് പറഞ്ഞില്ലേ. അത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഏപ്രിൽ മാസത്തിലാണ് ആള് മരിച്ചത്. അത് കഴിഞ്ഞപ്പോൾ ജൂണൊക്കെ ആയപ്പോഴേക്കും ആളുടെ 2 മക്കളെയും കൊണ്ട് നമ്മുടെ ആളുടെ സ്വന്തം അനിയൻ റിച്ചാർഡ് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഈ കോട്ടയിലേക്കാണ് കൊണ്ടുവന്നത്. പിന്നെ ഇവിടെ അഭ്യാസങ്ങളൊക്കെ പഠിച്ച് 1-2 മാസം കഴിഞ്ഞപ്പോൾ എന്താ പറയുക ജൂലൈ അതൊക്കെ ആയി കഴിഞ്ഞപ്പോൾ കുട്ടികൾ അങ്ങോട്ട് പുറത്തേക്ക് കറങ്ങാൻ കളിച്ച് ഇങ്ങനെ നടന്ന് പിന്നീട് വൈകിട്ടായപ്പോൾ കുട്ടികളെ കാണാനില്ല. അപ്പോൾ അവർ പറഞ്ഞു വല്ല ശത്രുക്കൾ പിടിച്ചു കൊണ്ടുപോയി. അങ്ങനെ പിന്നെ ഒരു പിടി ഉണ്ടായിരുന്നില്ല സ്റ്റേ. പിന്നെ അവിടുന്ന് 2 മാസം കഴിഞ്ഞപ്പോൾ റിച്ചാർഡ് രാജാവായി. അതൊക്കെ കഴിഞ്ഞ് കുറേ നാൾ പിന്നെ ആ ഭരണതൊക്കെ കഴിഞ്ഞ് പിന്നീട് ഒരു 2 ഇതൊക്കെ കഴിഞ്ഞ് 16-ാം നൂറ്റാണ്ടിൽ അതായത് ഒരു 1674 സമയങ്ങളിൽ വൈറ്റ് ടവറിൻ്റെ ബേസ്മെൻറ്റിൽ നിന്ന് 2 അസ്ഥികൂടങ്ങൾ കിട്ടി. ഒരു ചെറിയ 2 കുട്ടികളുടെ
അത് ആ ടൈമിൽ അപ്പോൾ അങ്ങനെ പറഞ്ഞു അത് ആ കുട്ടി രാജാക്കന്മാരുടെ ആയിരിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പലതും ഉണ്ടായി. പിന്നെ ഇൻവെസ്റ്റിഗേഷനൊന്നും ഉണ്ടായിരുന്നില്ല. അത് കൊണ്ടുപോയിട്ട് നമ്മൾ അവിടെ മെയിൻ ഒരു പള്ളിയിൽ അവർ അടക്കി. അത് പിന്നീട് 1933 വീണ്ടും എടുത്ത് പരിശോധിച്ചു. അപ്പം മെഡിക്കലി അത് കൺഫേംഡ് ആയി അത് അന്നത്തെ ആ ടീമുകളുടെ കുട്ടികളുടെ. പക്ഷെ ആര് കൊന്നു എന്ന് അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു ഇതും ഡോക്യുമെൻറ്റ്സും കിട്ടിയില്ല. പിന്നെ ഇത് ഒരു കേട്ടുകളിയുമാതിരി ഇതാണ് ഇപ്പോഴും പറഞ്ഞു നടക്കുന്നത്. ഇതിനായിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു എന്താ പറയുക റിപ്പോർട്ടോ ഇതൊന്നും ഇതുവരെ ആരും കണ്ടിട്ടില്ല എന്നാണ് കേട്ടത്. ഇനിയിപ്പോൾ ഇത് ആൾക്കാർ അടിച്ചിറക്കിയതാണോ അതോ ഇങ്ങനെ പറഞ്ഞ് എന്താ പറയുക നേരെ ഉള്ളൊരു സംഭവമാണെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഇതവിടെ കേട്ടതാണ്. പിന്നീട് അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ നമ്മൾ ചെല്ലുന്നത് അടുത്ത ഒരു ചെറിയ ടവറിലേക്കാണ്. അത് മെഡിവൽ പാലസ് എന്ന് പറയുന്ന സംഭവം. അവിടെ പണ്ട് രാജ്ഞിയുടെ ഒരു ഇതായിരുന്നു. ഇവിടെയായിരുന്നു രാജ്ഞി അന്തി ഉറങ്ങണ ഒരു ഇത് സംഭവം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് പക്ഷെ കയറാൻ പറ്റില്ല. ഇവിടെ കുറച്ച് മെയിൻ്റനൻസ് പരിപാടികളൊക്കെ നടക്കണ കാരണമുണ്ട്. ഇവിടെ കുറച്ച് രാജ്ഞിയുടെ എന്താ പറയുക കട്ടിൽ അങ്ങനത്തെ പരിപാടികളൊക്കെ അത് മുമ്പ് സൂക്ഷിച്ചിരുന്നു കേട്ടിട്ടുണ്ട്. പക്ഷേ അത് കാണാനൊന്നും പറ്റില്ല. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മളിപ്പം ഈ മതിൽ അത് ചേർന്നോട് കൂടി പോയി കഴിയുമ്പോൾ അടുത്തൊരു ഇതൻ ടവറാണ് സോൾട്ട് ടവർ എന്ന് പറയുന്നത്. ഇവിടെയും കുറച്ച് ബന്ദികളൊക്കെ പഴയ കാലങ്ങളിൽ പല സന്ദർഭങ്ങളിലായിട്ട് അവർ ഇങ്ങനെ തടവറയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 1296 സമയങ്ങളിലൊരു സ്കോട്ട് രാജാവിനെ ഇവിടെ തടങ്ങിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അയാളെ വിട്ടയച്ചു ക്ഷമ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നീട് ഒരു 1560 ഒരു ആളെ എന്താ പറയുക രാജ്യദ്രോഹ കുറ്റത്തിന് ഇവിടെ ശിക്ഷിച്ചിരുന്നു കേട്ടിട്ടുണ്ട്. പിന്നെ അയാളെ കുറിച്ചൊന്നും ഒരു വിവരമൊന്നും അങ്ങനെ ഇതുണ്ടായിരുന്നില്ല. അയാൾ രക്ഷപ്പെട്ടോന്നോ അതോ അയാളെ ഇത് ചെയ്തെന്നുള്ളത്. പിന്നെ ഒരു 1594 ഒരു വൈദികനും ഇവിടെ തടവറയിലാക്കിയിട്ടുണ്ട്. അയാൾ കുറച്ച് എഴുതിയൊരു ഇതുകളൊക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അയാൾ അവിടെ തൂക്കി കൊന്നു അങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേട്ടത്. അങ്ങനെ ഒരു 2-3 പേരാണ് മെയിനായിട്ട് അവിടെ തൂക്കി കൊന്നാണ് അറിഞ്ഞത്. പിന്നെ അവിടുന്ന് പതുക്കെ നമ്മൾ ചെല്ലുമ്പോൾ അടുത്തൊരു ടവറാണ് ഇത്. ഇവിടെയാണ് പഴയ ആയുധശേഖരങ്ങളൊക്കെ ഒരുവിധം സൂക്ഷിച്ചെന്ന് കേട്ടിരുന്നത്. പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ഇങ്ങനെ എന്താ പറയുക തെരച്ചിൽ ഇതൊക്കെ നടത്തിയപ്പോൾ ഇവിടുന്ന് കുറച്ച് ഇങ്ങനെ ആയുധങ്ങളൊക്കെ കിട്ടിയിരുന്നു എന്ന് പറഞ്ഞു. ആ കിട്ടിയ സംഭവങ്ങളുടെ ഒരു ഫോട്ടോ രേഖയാണ് ഇവിടെ അവർ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ സംഭവങ്ങൾ. പിന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റാവുന്ന രീതിയിൽ അവർ ഒരു എന്താ പറയുക ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഈ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഈ അമ്പും വില്ലും അങ്ങനത്തെ സംഭവങ്ങളും എന്താ പറയുക ഇവിടുന്ന് വിടാൻ വേണ്ടി അത് ആ സംഭവങ്ങൾ ഇവിടെ അതിൻ്റെ ഒരു ചെറിയ വേറെ മോഡലുകൾ ഇവിടെ 1-2 വെച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞതാണ്. പക്ഷെ അത് എടുക്കാനൊക്കെ നോക്കി. പക്ഷെ അതവിടെ നല്ല ക്ലിപ്പിട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് തൊടാൻ നമുക്ക്. പക്ഷെ അത് എടുക്കാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യായിരുന്നു. പിന്നെ വേറെ അടുത്ത മോഡലൊന്നും അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ ആണി അടിച്ച മാതിരി നല്ല തറപ്പിച്ച് വെച്ചിട്ടുണ്ട് ആ ടേബിളുമ്മ. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ 2 തൊപ്പി പടന്മാരെ എന്നാൽ അതെടുത്ത് തലയിൽ വയ്ക്കാമെന്ന് വിചാരിച്ചാലോ അത് ചങ്ങലിട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ 3-4 കിലോ ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അത് നടക്കണമെന്ന് നമുക്കറിയില്ല. അതേണ്ട ഒരു മച്ചാന്ത അവിടെ നിന്ന് ഇത് സംഭവം ഉണ്ടാ. ഇതാണ് നമ്മുടെ താംസ് നദിയുടെ ഫ്രണ്ടിൽ തന്നെ പണിതണ ഒരു എൻട്രൻസ് ആണ് കേട്ടോ. അത് നടപ്പാറ. അത് എപ്പോൾ പണിതെന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് വൈറ്റ് ടവറിലേക്ക് കിടക്കാനുള്ള ഒരു മെയിൻ എൻട്രൻസും ഇതൊക്കെ പിന്നീട് പണിതാണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. അതത് ഈ സംഭവം ഇതേ കണ്ടില്ലേ ഇത് ഫ്രണ്ടിലത്തെ ആ ഒരു കോട്ടമതിലും ഇതൊക്കെ ആയിട്ട് ഗെറ്റപ്പോട് കൂടി നിൽക്കുന്ന സംഭവമാണ്. അതിൻ്റെ ഫ്രണ്ടിൽ കണ്ടില്ലേ കുറേ പീരങ്കിയുടെ ഇതൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ടാ. അങ്ങനെ നല്ല ഡെക്കറേഷൻ ചെയ്തിട്ടാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് വിസിറ്റേഴ്സിന് കാണാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ഈ കോട്ടയുടെ എൻട്രൻസ് വഴി നമ്മളിങ്ങനെ ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ അതേ കണ്ട നീണ്ട നിൽക്കുന്ന സംഭവമാണ്. അതാണ് ഈ ആദ്യത്തെ വൈറ്റ് ടവർ എന്ന് പറയുന്നത്. 1.5 മോന്തനാണ് അത് നിൽക്കുന്നത്. അത് അപ്പോൾ ഈ വൈറ്റ് ടവർ ഇവനാണ് ഏറ്റവും ആദ്യം പണിതത്. നമ്മുടെ വില്യംസ് രാജാവ് പണിതാണ് ആ കുടുകുറ്റൻ സാധനം. അതിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണാൻ വേണ്ടി നമ്മളിത് ഈ സൈഡിൽ കൂടെ കടന്നപ്പോൾ ഇപ്പുറത്ത് ഇത് കിടക്കണം നല്ലൊരു വലിയൊരു കൂട് കേട്ടോ. അതായത് കാക്കകൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ കൂട്. അപ്പോൾ നമ്മൾ വിചാരിച്ചത് കാക്കകളൊക്കെ വളർത്തണേന്ന്. കാക്കകൾക്കും ഇവർ തമ്മിലുള്ള എന്തിട്ട് ബന്ധം എന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയണത്. അതായത് ചാൾസ് 2 രാജാവ് ആദ്യം ഇവിടെ കാക്കകളുടെ ശല്യം കാരണം കൊണ്ട് എല്ലാത്തിനും മതി അവിടെ കൊന്നുകളയാൻ പറഞ്ഞു. പിന്നെ അങ്ങനെ കൊന്നു ഒരു ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ ആൾക്ക് ആളുടെ മനം മാറി. പിന്നെ ഇത് എഴുതി വെച്ചപ്പോൾ കാക്കകൾ ഇവിടുന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കൊട്ടാരം തന്നെ പൊളിഞ്ഞ് വീഴും. പിന്നെ രാജ്ഞിയുടെ കിരീടം അത് ധാരണ അതൊക്കെ അവസാനിക്കും. അങ്ങനെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ആൾ പറഞ്ഞു കാക്കകളെ സംരക്ഷിക്കണം. അങ്ങനെ അവർ സംരക്ഷിച്ചാൽ സൂപ്പറായിട്ട് നടക്കാം. അപ്പോൾ ഒരു മുതലിനെ അവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു സെൽഫി എടുത്തോട്ടാന്ന് പറഞ്ഞപ്പോൾ അവൻ അങ്ങോട്ട് മുഖം തിരിച്ച് അങ്ങോട്ട് വെച്ചു.
പിന്നെ നമ്മൾ ഈ വൈറ്റ് ടവറിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോഴല്ല അതേ കണ്ടില്ലേ പടച്ചട്ടകളും അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ആയുധ ശേഖരണങ്ങൾ പിന്നീട് കിട്ടിയത് കുറച്ചൊക്കെ കേട്ടോ. അതൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്, പടച്ചട്ടകളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടാ. ഈ നമ്മൾ സിനിമയിലെ കാണുന്ന ഈ കുന്തങ്ങൾ അതിനടുക്ക് കറങ്ങണ സെറ്റപ്പ് ഉള്ള സാധനം കണ്ട അതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതേ സൈനാധിപൻ്റെ തൊപ്പി അങ്ങനെ പല പല ഐറ്റംസ് ഇങ്ങനെ ഉരുക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ ഇങ്ങനെ 2-3 നിലയായിട്ട് ഇങ്ങനെ ഇപ്പം തട്ടുകൾ ആയിട്ടുള്ള ഇത് കണ്ട പലകൊണ്ട് ഒക്കെ വെച്ചിട്ട് അതിന് ചുമര് നോക്കി കരിങ്കല്ല് വെച്ച് അടിച്ചിട്ട് എന്തൊരു സെറ്റപ്പ്. പണ്ടത്തെ ആ ഒരു പെയിൻറ്റിങ് ഒക്കെ വെച്ചിട്ടുണ്ട. അങ്ങനെ നല്ല രീതിയിൽ തന്നെ ഇത് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ആൾക്കാർക്ക് കാണുമ്പോൾ നല്ലൊരു ത്രില്ലാണ്. ഇങ്ങനത്തെയൊക്കെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപ്പ സാധനമല്ലേ. ജീവിതത്തിലൊക്കെ കാണാൻ പറ്റുകയാണെങ്കിൽ ഒരു നല്ലൊരു ഇത് തന്നെയാണ്. ഇതിപ്പോൾ ഒരെണ്ണം അത് കണ്ടു അതിൻ്റെ ഒരു ഇത് പറയുന്നുള്ളൂ കേട്ടോ. ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. അതൊക്കെ പോയി നമുക്ക് പറ്റുകയാണെങ്കിൽ നമുക്കൊന്ന് കാണണമെന്നുണ്ട്. ഇത് കണ്ടില്ല അതൊക്കെ അടിച്ച് നല്ല ഇതിൽ ആ മരത്തിൻ്റെ ഇതൊക്കെ നോക്കി എന്തിട്ടാ തടി അതൊക്കെ വെച്ച് അടിച്ച് നല്ല സെറ്റപ്പാക്കിയാണ് വെച്ചിരിക്കുന്നത്. അവേ കിടക്കുന്നത് അതിൻ്റെ ഉള്ളിൽ കണ്ട ഇവന്മാർ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ പലവന്മാരും ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഗ്ലാസിൻ്റെ ഉള്ളിലും അങ്ങനെയൊക്കെയാണ് സൂക്ഷിച്ച് വെച്ചത്. എന്നിരുന്നാലും അവർ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും ഒന്ന് നോക്കിയൊക്കെ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ കറങ്ങി ഓരോ സ്ഥലത്ത് ഇറങ്ങി എത്തിയപ്പോൾ കണ്ട ഒരു കൂടിൻ്റെ ഉള്ളിൽ ഇന്ത്യാസ് ബൗണ്ടി എന്ന് പറഞ്ഞിട്ടൊരു സാധനം കിടക്കുന്നത്. അതായത് പട്ടാളക്കാരൻ്റെ തൊപ്പിയും ഒരു കണ്ട കത്തി മാറ്റ ഒരു അഡ്ജണ്ട സാധനം. പിന്നെ ഇത് കണ്ടോ അതിൻ്റെ അടിത്തട്ടിൽ ആ ഇതിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കാണുന്ന സാധനങ്ങളാണ് നമ്മുടെ ഈ ബാഹുബലിയിലൊക്കെ തുറത്ത് വരുന്ന ആ സാധനം ഉണ്ടല്ലോ പൊട്ടിച്ചു പറഞ്ഞത് ആ പീരങ്കിയുടെ ആ ശേഖരം അവിടെ ഉണ്ടാവും. വെറൈറ്റി തോക്കുകൾ എന്തോരം തോക്കുകളാണ് ഇരിക്കുന്നത്. അതൊക്കെ ഇപ്പത്തൊന്നും അല്ല കേട്ടോ. എന്തായാലും ഒരു 17-ാം നൂറ്റാണ്ട് ഇതൊക്കെ ആയിരിക്കും മിക്കത്. എന്നാലും ആ സാധനങ്ങൾ അവിടെ കണ്ടില്ലേ. അങ്ങനെ അതൊക്കെ സൂക്ഷിച്ച് അങ്ങനെ വെച്ചിരിക്കുകയാണ്. കുറേ സാധനങ്ങളുണ്ട്. ഇത്രയും ഏരിയയിൽ കൊള്ളിക്കാൻ പറ്റുന്ന ഇവിടെ കൊള്ളിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ പല മ്യൂസിയങ്ങളായിട്ട് ഇവർ പ്രദർശനം വെച്ചിട്ടുണ്ട് കേട്ടോ. പഴയ ഐറ്റംസ് അതൊക്കെ വേറെ വേറെ ഇതിൽ കാണാവുന്നതാണ്. ഇത് കണ്ടില്ലേ അങ്ങനെ കുറേ ഇത് വമ്പം പീരങ്കികളുടെ കോട്ടമതിലൊക്കെ തകർക്കാൻ പറ്റുന്ന അതിനോട് മുകളിൽ ഏറ്ററ്റത്തേക്ക് തോട്ടി മരത്തെ കുന്തം ഈ പടത്തിലൊക്കെ കാണാൻ ഒരു 4 ഒറ്റടിക്ക് കീച്ച് കളയുന്ന സാധനങ്ങളാണ്. പിന്നെ കണ്ടില്ലേ ഷെൽഫിൽ അടക്കി വെച്ചിരിക്കണ മാതിരി വാള് അടക്കി വെച്ചിരിക്കുന്നതാണ്. അതിനോട്ട് എടുക്കാൻ നോക്കി പക്ഷേ രക്ഷയില്ല. അതൊക്കെ പിൻ ചെയ്ത് വെച്ചിരിക്കണത്. ഈ സംഭവം ഇതിൻ്റെ ഏറ്റവും മുകളിലൊരു പള്ളിയാണ് ജസ്റ്റ്. ഇത് ഈ പള്ളിയിൽ വെച്ചിട്ടാണ് ലാസ്റ്റായിട്ട് ഒരു എന്താ പറയുക ഒരു ബിഷപ്പിനെ അവിടുത്തെ ആൾക്കാർ പുറത്തിറക്കി വെട്ടി വന്നത്. അതായത് പഴയ പുരോഹിതന്മാർ അവരൊക്കെയാണ് ഈ രാജാക്കന്മാർക്ക് ഒരു ഉപദേശകരായിട്ട് നിൽക്കാറുള്ളത് ടീമുകൾ. അങ്ങനെ കുറേ നികുതി ഇതൊക്കെ ഇതാക്കി കഴിഞ്ഞാൽ ഒരു 13-ാം നൂറ്റാണ്ടിൽ ഒരു വലിയൊരു ലഹള തന്നെ കലാപം തന്നെ പൊട്ടി പുറപ്പെട്ടു. അങ്ങനെ അതിൽ വെച്ചിട്ട് ഇവിടെ ഒരു ബിഷപ്പ് കുർബാന ചെല്ലുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കയറി എല്ലാവരും കൂടി ആക്രമിച്ചിട്ട് ലാസ്റ്റ് ഇവിടുന്ന് എടുത്ത് ഇറക്കി അങ്ങനെ വധിക്കായിരുന്നു. അതിന് വലിയൊരു കഥ തന്നെ ഉണ്ട് ഇതിൻ്റെ പിന്നിൽ. അങ്ങനെ അതിലൊരു ടൈലർ എന്നൊക്കെ പറഞ്ഞൊരു ടീമൊക്കെ ആയിരുന്നു. 2-3 പല ആൾക്കാരായിരുന്നു ഇതിൻ്റെ മെയിൻ ആൾക്കാർ നിൽക്കണ്ടായിരുന്നത് ഇതിന്. പിന്നീട് അവരെ കുറിച്ചൊരു ഇത് നമുക്ക് കിട്ടിയില്ല. അവരെയൊക്കെ വധിച്ചെന്ന് തോന്നുന്നു. പിന്നെ ഇത് നിന്നുപോയി ഈ റെവലിട്ട്. അങ്ങനെ ഈ ടീം എന്ന് പറഞ്ഞാൽ ഇയാളുടെ പേര് എക്സസ് എന്നാണ്. ആ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-ാം മത്സ്യബന്ധനാഗ്നിയുടെ ഒരു വിശ്വസ്ത ആളായിരുന്നു. പക്ഷേ ഇയാൾക്ക് രാജ്യദ്രോഹ കുറ്റത്തിന് ഇയാളെ എന്താ പറയുക ഇതിൻ്റെ ഈ വൈറ്റ് ടവറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇയാളെയാണ് അവസാനമായിട്ട് തല വെട്ടി എടുത്ത് കളഞ്ഞെന്ന് പറഞ്ഞു കേട്ടത്. അതിൻ്റെ ഒരു ഇതാണ് കോടാലിനെയും ഇതാണ് കണ്ടത്. അത് ഒരു 1600 കാലഘട്ടങ്ങളിലാണ് ഇയാളെ കൊന്നത്. ലാസ്റ്റ് ഇതിൻ്റെ 16-ാം നൂറ്റാണ്ട് അവസാനത്തിലാണ് ഒരാൾ ലാസ്റ്റായിട്ട് ഇത് വൈറ്റ് ടവറിൻ്റെ പുറത്തിട്ട് വെട്ടി കൊന്നെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു ഇതാണ് ഇതിരിക്കണത്. ഇത് ഓരോ പ്രാവശ്യം തലർത്ത് കഴിയുമ്പോൾ ഇത് മരത്തിൻ്റെയാണ്. അത് കത്തിച്ച് കളയുന്നതാണ് കേട്ടത്. അങ്ങനെ ഇതും ലാസ്റ്റത്തെ ഇത് കത്തിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഇങ്ങനെ വെച്ചിരിക്കണം. ആരാണ് ഈ ഹ്യൂമൻ വാർഡേഴ്സ്? അവർക്ക് ഈ കോട്ടയം തമ്മിൽ എന്തിട്ട് ബന്ധമെന്ന് നമ്മൾ അന്വേഷിച്ച് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. എന്ന് പറയുന്നത് ഹെൻറി 7-ാമനാണ് ഈ ടീമുകളൊക്കെ കൊണ്ടുവന്നത്. പിന്നെ അത് 8-ാമനാണ് ഇവരെ മെയിനായിട്ട് ഗാർഡൊക്കെ ആയിട്ട് ഇങ്ങനെ ഇവിടെ അങ്ങോട്ട് ഇത് ഏൽപ്പിച്ചത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഈ 15-ാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ഇവന്മാരാണ് ഈ കോട്ട ഇന്നും സംരക്ഷിച്ചു വരുന്നത്. ഇവരുടെ ഇതിലാണ് ഈ സെറ്റപ്പും. ഇവന്മാർക്കാണ് ഇത് അറിയണം. ഇതിന് കോട്ടനെ പറ്റി കൂടുതൽ അറിയുന്നതും. ഇവന്മാരാണ് പിന്നീട് ഈ എന്താ പറയുക പല ഇതുകളായിട്ട് ഇത് ഈ കോട്ട ഉപയോഗിച്ചതും. അതായത് സന്ദർശകർക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്തതും ഇവിടെ എന്താ പറയുക അങ്ങനെ കാഴ്ചബംഗ്ലാവൊക്കെ ആയിട്ട് ഇങ്ങനെ നടത്തിയതും. അപ്പോൾ അതേ സംഭവമാണ് ഇവിടെയാണ് നമ്മുടെ എന്താ പറയുക കിരീടം ചെങ്കോലൊക്കെ നിർത്തിക്കുന്നത് കേട്ടോ. നമ്മൾ ഇതിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്തപ്പോൾ ഇയാൾ ഇങ്ങനെ നോക്കുകയാണ്. ഇയാളാണ് മറ്റേ ഗാർഡ് അറിയില്ല നേരത്തെ പറഞ്ഞ ടീം ഇങ്ങനെ എന്നെ തന്നെ നോക്കി നിന്നപ്പോൾ നമ്മൾ പതുക്കെ നൈസായിട്ട് ചെന്ന് അണ്ണാ ഒരു ഫോട്ടോ എടുത്തോട്ടെന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് സന്തോഷമായി. ഹായ് എടുത്തോന്ന് പറഞ്ഞു ആള്. അങ്ങനെ നമ്മളൊരു സെൽഫി അങ്ങോട്ട് എടുത്തു.
അത് കഴിഞ്ഞപ്പോഴാണ് നോക്കി കഴിഞ്ഞപ്പോഴാണ് ഈ കോട്ടയുടെ ഫ്രണ്ടിൽ ഒരു അടിപൊളി സംഭവമായിരിക്കുന്നത്. നമ്മുടെ ഈ റോക്കി ബൈറെ കയ്യിലൊക്കെ ഇരിക്കുന്ന മരത്തെ. അപ്പോൾ അവിടെ ചെന്നിട്ട് വേഗം അവിടെയും ഒരു സെൽഫി എടുത്തു. ഈ സാധനം വേൾഡ് വാറിൻ്റെ ടൈമിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് കേട്ടത്. അങ്ങനെ ലാസ്റ്റ് ഒമാനിലാണ് കണ്ടാണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞത്. അങ്ങനെ ഇതിൻ്റെ ഈ ടവറിൻ്റെ നമ്മൾ കുറച്ച് പുറത്തുനിന്നുള്ള വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു. അതിൻ്റെ പുറത്താണെങ്കിൽ ഗാർഡുകൾ ഇങ്ങനെ പതുക്കെ ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ എടുത്തു വന്നിട്ട് വേഗം ഓടിച്ചെന്ന് വരിയിൽ നിന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി വരിയിൽ നിന്നു. എന്നിട്ട് അടുത്തെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണല്ലോ അതിൻ്റെ ഫ്രണ്ടിൽ ഗാർഡുമാരൊക്കെ ഉണ്ട്. അവന്മാർ പറഞ്ഞു, അണ്ണാ ഇതിൻ്റെ ഉള്ളിലേക്ക് മൊബൈൽ കയറ്റില്ല കേട്ടോ, ഫോട്ടോഗ്രാഫി ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ആകെ ഒരു നിരാശയായി. പിന്നെന്താ മനസ്സ് പറഞ്ഞ് നമ്മുടെ കോയിനൊറൊക്കെ പതിപ്പിച്ച ആ കിരീടമൊക്കെ ഒന്ന് കണ്ടു. അതാ സന്തോഷം. പിന്നെന്താ പറ്റി, ആ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുത്തിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ലോ എന്നൊരു വിഷമം. എന്തായാലും ആയിരിക്കട്ടെ, ഇങ്ങനെ കണ്ടുല്ലോ. എന്നിട്ട് ഒരു സംതൃപ്തിക്ക് വേണ്ടി ഞാൻ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു ഫോട്ടോ എടുത്ത് ഇതിൽ ജസ്റ്റ് ഒന്ന് ഇട്ടുണ്ട്. അപ്പോൾ സെറ്റപ്പ് അതുപോലെ തന്നെയാണ് കേട്ടോ, നല്ല ഇടുപ്പോട് കൂടിയാണ് നമ്മുടെ കിരീടം അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ലണ്ടൻ ടവറിൻ്റെ ഒരു വീഡിയോ. കൂടുതൽ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോ കമ്മിങ് സൂൺ ട്ടാ. അപ്പോൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കാണാട്ടൊക്കെ